ചായ തിളക്കണ നേരം കൊണ്ട് നമുക്ക് കടല വെച്ചിട്ട് നല്ലൊരു 4 മണി ചായക്കടി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കടല ഒരു 6 മണിക്കൂറോളം കുതിർത്തതാണ്. അപ്പോൾ അതൊരു പാത്രത്തിൽ കരിച്ചതിൻ്റെ ശേഷം മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ ജാറെടുത്തിട്ട് ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അതായത് നല്ല പേസ്റ്റ് പോലെ അരക്കാണ്ട് ഒരു തരിതരിപ്പോടുക്കണ കൂടിയിട്ട് അരച്ചെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചായക്കടി തന്നെയാണ് കേട്ടോ. അപ്പോൾ കടലൊക്കെ വീട്ടിലുണ്ടാവുന്ന ടൈമിൽ നമുക്കിതുപോലെ കുതിരാൻ വെച്ചിട്ട് നമുക്കിതുപോലെ 4 മണിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനത് ഇങ്ങനെ അരച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് എല്ലാതും കൂടി ഞാനിതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതേ ജാറിൽ തന്നെ കഴുകാണ്ട് തന്നെ നമ്മൾ ഒരു 5-6 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി തുണ്ടാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു വലിയ സവാള ചേർക്കുന്നുണ്ട്. അതിൻ്റെ മുന്നേ തന്നെ കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെരുംജീരകം ഇട്ട് കൊടുത്തതിന് ശേഷമാണ് സവാള ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നമുക്കിത് ഒന്നുകൊണ്ട് അരച്ചെടുക്കാം. ഇതും പേസ്റ്റ് പോലെ അരയാണ്ട് ഒരു തരിതരിപ്പ് കൊടുക്കുന്നുണ്ട് അരച്ചെടുക്കാം. അങ്ങനെ അരച്ചെടുത്തതിന് നമ്മളിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, അതായത് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഇടുന്നുള്ള മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായി അങ്ങോട്ട് കുഴച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റിയതിൻ്റെ ശേഷം നമ്മളിത് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചതിൻ്റെ ശേഷം വടയുടെ രൂപത്തിലാക്കിയിട്ട് നമുക്കിതൊന്നിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ 4 മണിക്കത്തെ ഈസി ആയിട്ടുള്ള കടല കൊണ്ടുള്ള വട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.